ലോകരാഷ്ട്രീയം മുമ്പെങ്ങുമില്ലാത്ത വിധം അമ്പരപ്പിലൂടെയും ആശങ്കയിലൂടെയുമാണ് കടന്നുപോകുന്നത്. വെനിസ്വേലയുടെ രാഷ്ട്രത്തലവനെയും ഭാര്യയെയും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന സൈനിക നീക്കത്തിലൂടെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിലെ ജയിലിലടച്ച ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടി ആഗോളതലത്തിൽ വലിയ നടുക്കമാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഈ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നാലെ ട്രംപ് തൻ്റെ ദീർഘകാല സ്വപ്നമായ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടിയിരിക്കുന്നു. ഗ്രീൻലാൻഡ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും തന്ത്രപ്രധാനമായ നേട്ടങ്ങൾക്കും വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് സ്വന്തമാക്കണമെന്ന വാദം ട്രംപ് വീണ്ടും പൊടിതട്ടിയെടുക്കുമ്പോൾ വെനിസ്വേലയ്ക്ക് ശേഷം ഇനി ഗ്രീൻലാൻഡിലേക്കാണോ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം എന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തമാവുകയാണ്. ആർട്ടിക് മേഖലയിലെ മഞ്ഞുപാളികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ വലിയ ദ്വീപിനെ ചൊല്ലിയുള്ള തർക്കം വെറുമൊരു ഭൂമി വാങ്ങൽ ചർച്ചയല്ല, മറിച്ച് വരാനിരിക്കുന്ന പുതിയൊരു ശീതയുദ്ധത്തിൻ്റെ മുന്നോടിയാണെന്ന് പലരും വിലയിരുത്തുന്നു. അമേരിക്കൻ പതാക പാറുന്ന ഗ്രീൻലാൻഡിൻ്റെ ചിത്രം ഉടൻ വരുന്നു എന്ന ക്യാപ്ഷനോടെ ട്രംപിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ സ്റ്റീഫൻ മില്ലറുടെ ഭാര്യ കേറ്റ് മില്ലർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. വെനിസ്വേലയിലെ സൈനിക നടപടിക്ക് പിന്നാലെ വന്ന ഈ നീക്കം കേവലം ഒരു തമാശയായി തള്ളിക്കളയാൻ ഗ്രീൻലാൻഡിനോ ഡെൻമാർക്കിനോ സാധിക്കില്ല. ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിന് മേൽ ട്രംപ് നടത്തുന്ന ഈ അവകാശവാദം മേഖലയിൽ വലിയ അസ്വസ്ഥതയാണ് പടർത്തുന്നത്. നാറ്റോയിൽ അംഗമായ ഡെൻമാർക്കിൻ്റെ ഭാഗമായതിനാൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ സുരക്ഷയ്ക്ക് തങ്ങൾക്കും അർഹതയുണ്ടെന്ന് ഗ്രീൻലാൻഡ് ഭരണകൂടം ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും ട്രംപിൻ്റെ ശൈലിയിലുള്ള പ്രവചനാതീതമായ നീക്കങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നതാണ്. ഭൂമിശാസ്ത്രപരമായി ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണെങ്കിലും ചരിത്രപരമായും രാഷ്ട്രീയമായും അത് യൂറോപ്പുമായി, പ്രത്യേകിച്ച് ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 80% മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ ദ്വീപ് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിലൊന്നാണ്. ഏകദേശം 56,000 പേർ മാത്രം അധിവസിക്കുന്ന ഇവിടെ അതിശൈത്യം മൂലം കൃഷി അസാധ്യമാണ്. ഇൻയൂട്ട് വംശജരായ തദ്ദേശീയർ മത്സ്യബന്ധനവും വേട്ടയാടലും വഴിയാണ് ഇന്നും ഉപജീവനം കണ്ടെത്തുന്നത്. 18-ാം നൂറ്റാണ്ട് മുതൽ ഡെൻമാർക്കിൻ്റെ കോളനിയായിരുന്ന ഗ്രീൻലാൻഡ് 1979 സ്വയംഭരണം നേടിയത്. ഇന്നവിടെ സ്വന്തമായി പ്രധാനമന്ത്രിയും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുണ്ടെങ്കിലും പ്രതിരോധം, വിദേശകാര്യം, സുരക്ഷ എന്നീ നിർണായക വകുപ്പുകൾ ഇന്നും ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ പഴുതുകളാണ് ഒരുപക്ഷെ അമേരിക്ക ഗ്രീൻലാൻഡിനെ ലക്ഷ്യം വെക്കാൻ പ്രേരിപ്പിക്കുന്നത്. അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിനോടുള്ള താൽപ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1867 റഷ്യയിൽ നിന്ന് അലാസ്ക വാങ്ങിയതിന് പിന്നാലെ പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസൺ ഗ്രീൻലാൻഡ് വാങ്ങാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് 1946 ഹാരി ട്രൂമാൻ $10 കോടി ഡെൻമാർക്കിന് വാഗ്ദാനം ചെയ്തെങ്കിലും അവർ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് അമേരിക്ക ഈ ദ്വീപ് സൈനികമായി ഉപയോഗിച്ചിരുന്നു. 1951 പ്രതിരോധ കരാർ വഴി നിലവിൽ അവിടെ അമേരിക്കയ്ക്ക് പിറ്റിഫിക് എന്ന പേരിൽ വലിയൊരു വ്യോമത്താവളമുണ്ട്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ താവളം ഇന്ന് അമേരിക്കയുടെ ആഗോള മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ മൂലക്കല്ലാണ്. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് മിസൈലുകൾ അയച്ചാൽ അവ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുക ആർട്ടിക് മേഖലയ്ക്ക് മുകളിലൂടെയാണ്. ഈ പാതയിൽ കാവൽ നിൽക്കാൻ ഗ്രീൻലാൻഡിനോളം മികച്ച മറ്റൊരു ഇടമില്ല എന്നതാണ് സത്യം. സൈനിക താൽപ്പര്യങ്ങൾക്കപ്പുറം സാമ്പത്തികമായ വലിയൊരു നിധിയും ഗ്രീൻലാൻഡിൻ്റെ മഞ്ഞിനടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലായ റെയർ എർത്ത് ധാതുക്കളുടെ വൻ ശേഖരം ഗ്രീൻലാൻഡിലുണ്ടെന്ന് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, സെമി കണ്ടക്ടറുകൾ, അത്യാധുനിക മിസൈലുകൾ എന്നിവ നിർമ്മിക്കാൻ ഈ അപൂർവ ധാതുക്കൾ അത്യാവശ്യമാണ്. നിലവിൽ ഈ വിപണിയുടെ 90% നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് മേൽക്കൈ നേടണമെങ്കിൽ സ്വന്തമായി ഇത്തരം ധാതുശേഖരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആഗോള താപനം മൂലം ഗ്രീൻലാൻഡിനെ മഞ്ഞുരുകുന്നത് പരിസ്ഥിതിക്ക് ദോഷമാണെങ്കിലും അത് അവിടെയുള്ള ധാതുഖനനം എളുപ്പമാക്കുമെന്നത് അമേരിക്കൻ വ്യവസായികളെയും ട്രംപിനെയും മോഹിപ്പിക്കുന്നു. ആഗോള താപനം തുറന്നു തരുന്ന മറ്റൊരു സാധ്യത പുതിയ കപ്പൽ പാതകളാണ്. ആർട്ടിക് മഞ്ഞുരുകുന്നതോടെ വടക്കൻ അറ്റ്ലാന്റിക്കിനെയും അതുപോലെ പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന പുതിയ സമുദ്രപാതകൾ കൂടുതൽ സഞ്ചാരയോഗ്യമാകും. ഇത് ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചിലവ് കുറയ്ക്കുകയും ചെയ്യും. ഈ കപ്പൽ പാതകളുടെ നിയന്ത്രണം കൈവശം വയ്ക്കുന്നവർക്ക് വരും കാലത്ത് ലോക സാമ്പത്തിക രംഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിലൂടെ ഈ പാതകളിലെ സുരക്ഷയും ചുങ്കവും മറ്റ് അവകാശങ്ങളും തങ്ങളുടെ കീഴിലാണെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. കൂടാതെ റഷ്യൻ അന്തർവാഹിനികളുടെ നീക്കം നിരീക്ഷിക്കുന്നതിനായുള്ള തന്ത്രപ്രധാനമായ ചോക്ക് പോയിന്റായ GIUK ഗ്യാപ്പിലെ പ്രധാന കണ്ണിയാണ് ഗ്രീൻലാൻഡ്. എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്തെ ഭൂപ്രദേശം വിലയ്ക്ക് വാങ്ങുക എന്ന ട്രംപിൻ്റെ വാദം ആധുനിക യുഗത്തിൽ എത്രത്തോളം പ്രായോഗികമാണെന്നത് വലിയ ചോദ്യമാണ്. 19-ാം നൂറ്റാണ്ടിലെ പോലെ രാജ്യങ്ങൾ വിൽക്കപ്പെടേണ്ട വസ്തുക്കളല്ലെന്നും ഗ്രീൻലാൻഡുകാർ ഡാനിഷ് പൗരന്മാരാണെന്നും ഡെൻമാർക്ക് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്.
വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ഏകപക്ഷീയമായ സൈനിക നടപടി ഒരു നാറ്റോ സഖ്യകക്ഷിക്കെതിരെ അമേരിക്ക സ്വീകരിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എങ്കിലും ട്രംപിൻ്റെ മുൻകാല നടപടികൾ പരിശോധിച്ചാൽ നിയമങ്ങളെക്കാളും നയതന്ത്രത്തെക്കാളും സ്വന്തം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കും സാമ്പത്തിക ലാഭത്തിനുമാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. ഭീഷണിയിലൂടെയോ സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെയോ ഡെൻമാർക്കിനെ കൊണ്ട് ഈ ദ്വീപ് വിട്ടുകൊടുപ്പിക്കാനാകുമോ എന്ന പരീക്ഷണത്തിലാണ് വൈറ്റ് ഹൗസ്. ചുരുക്കത്തിൽ ഗ്രീൻലാൻഡ് എന്നത് ട്രംപിനെ സംബന്ധിച്ച് വെറുമൊരു മഞ്ഞു ദ്വീപല്ല. അത് വരാനിരിക്കുന്ന ദശകങ്ങളിൽ അമേരിക്കയുടെ സൈനിക സാമ്പത്തിക ആധിപത്യം ഉറപ്പിക്കാനുള്ള തന്ത്രപ്രധാനമായ തുറപ്പിച്ചീട്ടാണ്. ചൈനയുടെ ധാതു കുത്തകയെ തകർക്കാനും റഷ്യയുടെ ആർട്ടിക് മോഹങ്ങളെ പ്രതിരോധിക്കാനും ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകേണ്ടത് അനിവാര്യമാണെന്ന് അവർ കരുതുന്നു. വെനിസ്വേലയിലെ നാടകീയ നീക്കങ്ങൾ ട്രംപിൻ്റെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്തുവെങ്കിൽ ഗ്രീൻലാൻഡിലെ നീക്കങ്ങൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. പ്രകൃതി വിഭവങ്ങൾക്കും തന്ത്രപ്രധാന സ്ഥാനങ്ങൾക്കും വേണ്ടി വൻ ശക്തികൾ നടത്തുന്ന ഈ വടംവലിയിൽ ഗ്രീൻലാൻഡിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സ്വയംഭരണ അവകാശങ്ങൾ എത്രത്തോളം മാനിക്കപ്പെടുമെന്നത് കണ്ടറിയേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.